പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലിവിങ് ബ്രെഡ് എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. പ്രിയരെ, ഭയമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ലഭിപ്പാൻ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയപ്പെടണം എന്ന് യോഹന്നാൻ ഇവിടെ പറയുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ഈ പദം ഉപയോഗിക്കുമ്പോൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ മരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മറിയ അറിയിച്ചപ്പോൾ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ ശവക്കല്ലറയിലേക്ക് ഓടി. പത്രോസ് ശവക്കല്ലറയ്ക്കുള്ളിൽ കടന്നു. യോഹന്നാൻ ശവക്കല്ലറ പുറത്തു നിന്ന് നോക്കിയിട്ട് തിരിച്ചു പോന്നു. രണ്ടാമത് നമുക്ക് കാണാൻ പറ്റും, വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ പറയുകയാണ്: ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും കർത്താവിൻ്റെ കഷ്ടത്തിനും വേണ്ടിയും പത്മോസിൽ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരംഭത്തിൽ പത്രോസിനോടുകൂടി ഓടി ശവക്കല്ലറ വരെയും പോയെങ്കിലും അകത്ത് കടക്കാതെ തിരിച്ചു പോന്ന യോഹന്നാൻ ഇപ്പോൾ യേശുവിന് വേണ്ടി പത്മോസിൻ്റെ അതികഠിനമായ ഏകാന്തതയിൽ, കൂരിരുട്ടിൽ, മരണത്തിൻ്റെ ഗന്ധമുള്ള അസ്ഥിപഞ്ജരങ്ങൾ നിറഞ്ഞ ആ അതിഭയങ്കരമായ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന പത്മോസിൽ താൻ യേശുവിന് വേണ്ടി ആയിരിക്കുകയാണ്. അവിടെ വെച്ച് തൻ്റെ പരിസരങ്ങളെ മറന്ന് കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുന്ന യോഹന്നാനെ നമുക്ക് കാണുവാൻ പറ്റും. സ്വർഗീയ ദർശനങ്ങൾ എത്ര ദിവസങ്ങൾ കണ്ടു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും 22 അധ്യായം എഴുതുമാറ് ദർശനങ്ങളിലൂടെ സ്വർഗം അപ്പോസ്തലനെ നടത്തി. താൻ തൻ്റെ 95-ാമത്തെ വയസ്സിൽ പത്മോസിലായിരുന്നത് ക്രിസ്തുവിനോടുള്ള ആ തികഞ്ഞ സ്നേഹം കൊണ്ടാണ്. ആ തികഞ്ഞ സ്നേഹം തൻ്റെ ഉള്ളിലെ മുഴുവൻ ഭയത്തെയും പുറത്താക്കി കളഞ്ഞു. ഒരിക്കൽ എല്ലാം വിട്ട് ഓടിപ്പോയവർ, മറഞ്ഞിരുന്നവർ, പേടിച്ചവർ, പുറത്തു വരാൻ ഭയപ്പെട്ടിരുന്നവർ ഇപ്പോൾ ഏത് ഏകാന്തതയിലും മരണത്താഴ്വരയിലും യേശുവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായി തീർന്നു. അതെ, തികഞ്ഞ സ്നേഹം നമുക്ക് യേശുവിനോടുണ്ടാകുമ്പോൾ യേശുവിന് വേണ്ടി ഏത് സാഹചര്യത്തിലും സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് ആമേൻ ശക്തി ഉണ്ടാകുന്നു. ആ പദമാണ് ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അതെ, യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് ഏകയായി ചെന്നു എന്ന കാര്യം. ആരും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മരിച്ച് 3 ദിവസമായ ആമേൻ യേശുവിൻ്റെ ഡെഡ് ബോഡി ഉള്ളിടത്തേക്ക് മറിയ രാവിലെ കടന്നു പോകുകയും അവിടെ തോട്ടക്കാരനെന്ന് വിചാരിച്ചുകൊണ്ട് യേശുവിനോട് താൻ സംസാരിക്കുകയാണ്. ആമേൻ, അവൻ്റെ ശരീരം എവിടെ വെച്ചു? ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസമായി ചീഞ്ഞ് നാറി എന്ന് വിചാരിക്കുന്ന ആ ശവശരീരം എടുത്തുകൊണ്ട് പോകുവാൻ തക്കവണ്ണം
മറിയയ്ക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? എങ്ങനെ അവൾക്ക് ഈ വിശ്വാസമുണ്ടായി? എങ്ങനെ അവൾക്ക് അവിടെ ചെല്ലുവാൻ, ഈ രാത്രി ചെല്ലുവാൻ കഴിഞ്ഞു? അതിൻ്റെ പിന്നിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അവളിൽ ക്രിസ്തു കൊടുത്ത തികഞ്ഞ സ്നേഹം അവളുടെ ഉള്ളിൽ നിന്ന് ഭയത്തെ പുറത്താക്കി കളഞ്ഞിരുന്നു. അതെ, യോഹന്നാൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ആ ഇരുട്ടുള്ളപ്പോൾ റോമാ പട്ടാളം നിൽക്കുന്ന കല്ലറയുടെ വാതിക്കലേക്ക്, ആമേൻ, ശവക്കല്ലറയിലേക്ക് കടന്നു ചെല്ലുവാനും യേശുവിന്റെ ശവം ചോദിക്കുവാനും ശരീരം ചോദിക്കുവാനും അവളെ ബലപ്പെടുത്തിയ ആ സ്നേഹം, അതെ, ഇവിടെ പറയുന്നു, അവൻ നമ്മെ സ്നേഹിച്ചു, ആദ്യം നാം അവനെ അല്ല. അതെ, കർത്താവാണ് നമ്മളെ ഫസ്റ്റ് സ്നേഹിച്ചത്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പത്മോസിന്റെ ആമേൻ കൂരിളിലും, പത്മോസിന്റെ ആമേൻ ഏകാന്തതയിലും, പത്മോസിന്റെ ദ്വീപിലും, അതേ, ഇരുട്ടുള്ള ശവക്കല്ലറയുടെ മുമ്പിലും യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷി വഹിപ്പാനും യേശുവിന് വേണ്ടി നിൽപ്പാനും നമുക്കിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, നമുക്കുള്ളിൽ കർത്താവിനെ പ്രതിയുള്ള ഒരു തികഞ്ഞ സ്നേഹം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you.